നിലമ്പൂരിലെ UDF വിജയം മണ്ണാർക്കാട് നഗരത്തിൽ UDF ആഹ്ലാദ പ്രകടനം നടത്തി. ഇനി കേരളവും തിരിച്ചുപിടിക്കുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഇവിടെ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെ അവതരിച്ചൊരു MLA ഉണ്ടായിരുന്നു. അന്നവരാ MLA അവതരിപ്പിച്ചപ്പോ കണ്ണേ കരളെ കാതേ അമ്പുക്ക എന്ന് പറഞ്ഞ് ഒരു MLA അവതരിപ്പിച്ച് UDF-നെതിരെ കൊണ്ടുവന്നൊരു MLA. അദ്ദേഹം തന്നെ പഴയ സിനിമയിലെ കഥകളെ പോലെയാണ് ഇതൊരു കൊള്ള സങ്കേതത്തിലാണ് വന്നുപെട്ടതെന്ന് ബോധ്യമായി. പിന്നെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ കൊള്ള സംഘത്തിന്റെ തലവൻ ജോസ് പ്രകാശിനെ പോലെ അത് സഖാവ് പിണറായി വിജയനാണ് പെരുങ്കൊള്ളക്കാരനെന്ന് അമ്പുക്കാക്കും മനസ്സിലായി. അങ്ങനെ കേരളത്തിൽ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് നേരിട്ടിട്ടുള്ളത്. അവസാനമായി തെരഞ്ഞെടുപ്പിൽ UDF-നോട് കൃത്യമായി ജനാധിപത്യ മത്സരം നടക്കില്ലെന്നും പരാജയം കണ്ടറിഞ്ഞപ്പോൾ CPM-ന്റെ തനിനിറം പുറത്തു വന്നു. എന്നൊക്കെ കേരളത്തിൽ CPM-ന് പ്രതിസന്ധിയുണ്ടോ, ആ CPM-ന് ഒരു ഘടകകക്ഷിയെ പോലെ സഹായിക്കുന്നത് RSS ആണ്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, ഞങ്ങൾ RSS-ന്റെ സഹായം വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ RSS-ന്റെ സഹായം മുമ്പേ വാങ്ങിയിട്ടുണ്ട്, ഇനി വാങ്ങുമെന്നുള്ളതാണ്. RSS-ന്റെ സഹായം വാങ്ങുന്നവർക്ക് പിന്നെ എന്താണ് BJP വോട്ട് ചെയ്യാൻ മടി എന്ന് എല്ലാവരുടെ വോട്ടും എരന്നുകൊണ്ടാണ് നിന്നത്. മറ്റൊന്ന് PDP. CCN മണ്ണാർക്കാട്.